Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. റീസെൻ്റ്ലി അടുത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേംസ് ആണ് സിന്ധു നദീ ജല കരാർ. എസ്പെഷ്യലി ഇന്ത്യ പാക് വാർ, ഇപ്പോൾ ഇന്ത്യ പാക് ടെററിസം, ക്രോസ് ബോർഡർ ടെററിസം, ഈ ഇന്ത്യ പാക് യുദ്ധമൊക്കെ നടന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു സംഭവമാണ് സിന്ധു നദീ ജല കരാർ. ഈ സിന്ധു നദീ ജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി റദ്ദാക്കി. ഇതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത് എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സിന്ധു നദീ ജല കരാർ. ഈ സിന്ധു നദീ ജല കരാർ ഉണ്ടാകാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ സിന്ധു നദീ ജല കരാർ റദ്ദ് ചെയ്തു, ഇന്ത്യ ഏകപക്ഷീയമായി റദ്ദ് ചെയ്തു. ഇതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇത് പാകിസ്ഥാനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓർത്തിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിന്ധു നദീ ജല കരാർ പഠിക്കും, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം പഠിക്കണം. അതിനോടൊപ്പം ആദ്യം തന്നെ സിന്ധു നദിയുടെ ഒരു ഉത്ഭവം കൂടി ഓർത്തിക്കുക. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് ടിബറ്റൻ ഭാഗമായ കൈലാസം എന്ന ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ടിബറ്റിലെ മാനസ സരോവർ, കൈലാസത്തിലെ മാനസ സരോവർ എന്ന ഒരു ഗ്ലാസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അങ്ങനെ സിന്ധു നദി ഉത്ഭവിച്ചത് ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഇന്ത്യൻ പഞ്ചാബ്, പാകിസ്ഥാൻ പഞ്ചാബിൽ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തി കറാച്ചിയിൽ നിന്ന് അത് നേരെ അറബിക്കടലിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ സിന്ധു നദിയുടെ അല്ലെങ്കിൽ ഇൻഡസ് നദിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ടിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യൻ ജമ്മു കാശ്മീർ, ഇന്ത്യൻ ഹിമാചൽ പ്രദേശ് ആൻഡ് ഇന്ത്യൻ പഞ്ചാബ്. ഇന്ത്യൻ ജമ്മു കാശ്മീർ എന്നൊക്കെ പറയാൻ കാരണം ഇതാണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, അതുകൊണ്ടാണ് ഇന്ത്യൻ ജമ്മു കാശ്മീരിലൂടെ ഒഴുകി. അതോടൊപ്പം നമ്മുടെ ഹിമാചൽ പ്രദേശിലും, അത് കഴിഞ്ഞാൽ ഇന്ത്യൻ പഞ്ചാബിയുടെയും പാക് പഞ്ചാബിയുടെയും ഒഴുകി പാകിസ്ഥാനിലെത്തി കറാച്ചിയിൽ നിന്ന് നദി നേരെ അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഹിമാലയൻ നദികളിൽ ഏറ്റവും ജലസമൃദ്ധമായ ഒരു നദി തന്നെയാണ് ഇൻഡസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ജലസമൃദ്ധമായ നദിയാണ്, അത്യാവശ്യം ഇറിഗേഷനും അഗ്രികൾച്ചർ പ്രൊഡക്ഷനും അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനൊക്കെ ഉപയോഗിക്കുന്ന നദി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യകാലങ്ങളിൽ മുതൽ തന്നെ, ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ട്. സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ നമുക്കറിയാം, ഏതൊക്കെ? രവി, ചിനാബ്, ബിയാസ്, സത്ലജ്, ജലം തുടങ്ങിയ 5 പ്രധാനപ്പെട്ട പോഷക. അതുകൂടാതെ ഷയോക്ക്, നുബ്ര, ഗിൽജിത്ത്, സുരു തുടങ്ങിയ പോഷക നദികളുണ്ട്. സിന്ധു നദിക്ക് അത്യാവശ്യം 20-ഓളം പോഷക നദികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് രവി, ബിയാസ്, ചിനാബ്, സത്ലജ്, ജലം എന്ന 5 പ്രധാനപ്പെട്ട പോഷക. അതുകൂടാതെ ഷയോക്ക്, നുബ്ര, ഗിൽജിത്ത്, സുരു തുടങ്ങിയ കുറം തുടങ്ങിയ എല്ലാ പോഷക നദികളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇറിഗേഷനും ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ വലിയ ഒരു റിച്ച് ഇൻ വാട്ടർ എന്ന് പറയുന്ന ഒരു നദി തന്നെ ഇൻഡസ് റിവർ. അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വതന്ത്രം ലഭിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഈ നദിയിലെ ജലം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. ഈ നദിയിലെ ജലം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളായിരുന്നു. എത്രത്തോളം വെള്ളം പാകിസ്ഥാന് കൊണ്ടുപോകാം, എത്രത്തോളം വെള്ളം ഇന്ത്യക്ക് കിട്ടാം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളായിരുന്നു. അപ്പോൾ ഇത് പല യുദ്ധങ്ങൾ വരുമ്പോഴും ഈ തർക്കം മുറുകാറുണ്ട്. ഇത് നേരിട്ട് പാകിസ്ഥാന് ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഇത് വലിയൊരു കാരണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല യുദ്ധങ്ങൾ നടക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും ധാരാളം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ തർക്കങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല, ആദ്യം മുതലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ട് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അങ്ങനെ 1948 ഒരു കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം വരുന്നുണ്ട്, അത് എക്സ്പയറി ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1951 നമ്മുടെ അമേരിക്കയിലെ ടെന്നീസ് വാലി കോർപ്പറേഷൻ ചെയർമാൻ ഡേവിഡ് ലില്ലിൻതാൾ ഈ സ്ഥലം സ്വന്തമാക്കി. 1951 USA ടെന്നീസ് വാലി കോർപ്പറേഷനും അതോടൊപ്പം അവിടുത്തെ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനുമായ ഡേവിഡ് ലില്ലിൻതാൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ആ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, എ ജോയിന്റ് അഗ്രിമെന്റ് ഫോർ ഷെയറിംഗ് ദി അഡ്മിനിസ്ട്രേഷൻ ദി ഇൻഡസ് റിവർ എന്നാണ്. ഈ ഇന്ത്യയിലെ ഇൻഡസ് നദിയിലെ അല്ലെങ്കിൽ സിന്ധു നദിയിലെ വെള്ളം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒരു ജോയിന്റ് അഗ്രിമെന്റ് ഉണ്ടാക്കണം എന്നൊരു സജഷൻ ആദ്യമായിട്ട് വയ്ക്കുന്നത് ഈ ഡേവിഡ് ലില്ലിൻതാൾ 1951 ഇവിടെ വന്ന് സന്ദർശിച്ച അമേരിക്കയിലെ ടെന്നീസ് വാലി കോർപ്പറേഷൻ ചെയർമാൻ ഡേവിഡ് ലില്ലിൻതാളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സജഷൻ വയ്ക്കുന്നത്. 1951 ഇന്ത്യയും പാകിസ്ഥാനും ജോയിന്റ്ലി ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി ഇത് ഷെയർ ചെയ്യണമെന്നൊരു ഒരു സജഷൻ ആദ്യമായിട്ട് വയ്ക്കുന്നതാണ് അദ്ദേഹമാണ്. അതിനുശേഷം 1952 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതോടൊപ്പം വേൾഡ് ബാങ്ക് പ്രോപ്പർ രീതിയിൽ മധ്യസ്ഥ വഹിക്കാവുന്ന ഒരു സജഷൻ കൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ വേൾഡ് ബാങ്കിന്റെയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും എഞ്ചിനീയർമാരെല്ലാം ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. 1951 ഡേവിഡ് ലില്ലിൻതാൾ. 1952 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വേൾഡ് ബാങ്കിന്റെയും
എഞ്ചിനീയർമാരെല്ലാം വന്ന് ഈ സ്ഥലം ഇൻഡസ് നദിയും അതുമായി ബന്ധപ്പെട്ട ട്രിബ്യൂട്ട്സുകളെല്ലാം വന്ന് പരിശോധിക്കും. ഇവരെല്ലാം അവരുടേതായിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. വേൾഡ് ബാങ്കിൻ്റെ രീതിയിൽ റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ 1960 സെപ്റ്റംബർ 19 മറക്കരുത്, ഡേറ്റ് മറക്കുന്നത് 1960 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും കൂടി ഇൻഡസ് റിവർ ട്രീറ്റി ഒപ്പുവെക്കുന്നത്. 1960 സെപ്റ്റംബർ 19 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നെഹ്റുവും അതോടെ പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും കൂടി 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് സിന്ധു നദീ ജല കരാർ ഒപ്പുവെക്കുന്നു. ക്ലിയർ? അങ്ങനെയാണ് ഈ സിന്ധു നദീ ജല കരാർ വരുന്നത്. ഇനി കരാർ പ്രകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ സിന്ധു നദീ ജല കരാർ പ്രകാരം ഇൻഡസ് റിവറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് എങ്ങനെ നോക്കാം. ഓർമ്മിക്കാം, രവി ബിയാസ് സത്ലജ് ഈ 3 നദികളിൽ നിന്ന് വെള്ളം ഇന്ത്യക്ക് ഉപയോഗിക്കും. രവി, ബിയാസ്, സത്ലജ് ഈ 3 നദികളിൽ നിന്ന് ജലം ഇന്ത്യക്ക് ഉപയോഗിക്കും. അതേസമയം ഇൻഡസ് ജലം ചിനാബ് ഈ 3 നദികളിലുള്ള വെള്ളം ആർക്ക് ഉപയോഗിക്കാം? പാകിസ്ഥാനിലേക്കും. അപ്പോൾ രവി, ബിയാസ്, സത്ലജിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 41 ബില്യൺ ക്യൂബിക് മീറ്ററാണ്. 41 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് പെർ ഇയർ നമ്മൾ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ അതൊരു 30% വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ 41 ബില്യൺ ക്യൂബിക് മീറ്റർ പെർ ഇയർ ആണ്. ഒരു വർഷത്തിൽ 41 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇന്ത്യക്ക് നമുക്ക് കിട്ടുന്നത്. രവി, ബിയാസ്, സത്ലജ് 3 നദികളിൽ നിന്ന്. അതേസമയം പാകിസ്ഥാന് ഇൻഡസ് ജലം ചിനാബ് ഈ 3 നദികളിൽ നിന്നായി പാകിസ്ഥാന് കിട്ടുന്നത് 99 ബില്യൺ ക്യൂബിക് മീറ്റർ പെർ ഇയർ ആണ്. 99 ബില്യൺ ക്യൂബിക് മീറ്റർ പെർ ഇയർ, വർഷത്തിൽ 99 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് പാകിസ്ഥാൻ ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മൊത്തം വെള്ളത്തിന്റെ 30% 30% ഇന്ത്യക്കും ബാക്കി 70% വെള്ളം ആർക്കും കിട്ടുന്നു? പാകിസ്ഥാൻ ലഭിക്കുന്നു. ഇങ്ങനെയാണ് ഈ നദീജല കരാറും. ഇനി ഇതിൽ തന്നെ ഈ വെസ്റ്റേൺ നദികളിൽ നിന്ന് പാകിസ്ഥാനിൽ വെള്ളം ലഭിക്കുന്ന നദികളിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റേൺ നദികളിൽ നിന്ന് ഇന്ത്യക്കും ജലം ഉപയോഗിക്കാം. പക്ഷെ അതൊരു അൺലിമിറ്റഡ് എന്ന രീതിയില്ല, ലിമിറ്റഡ് ഇറിഗേഷൻ യൂസേജിന് നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ നമ്മൾ വെള്ളം കൊടുക്കുന്ന ഈ പാകിസ്ഥാന്റെ വെസ്റ്റേൺ നദികളുണ്ട്. ആ വെസ്റ്റേൺ നദികളിൽ നിന്ന് ഇന്ത്യക്ക് വെള്ളം ഉപയോഗിക്കാം. പക്ഷെ അതെങ്ങനെയാണ്? ഒരു ലിമിറ്റഡ് ഇറിഗേഷൻ യൂസേജാണ്. നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഇറിഗേഷൻ യൂസേജിന് ഉപയോഗിക്കാം. നമ്മുടെ കൃഷിക്ക് വേണ്ടി ചെറിയ രീതിയിൽ മറ്റ് ഇൻഡസും ജലം ചിനാബ് നമ്മൾ പറഞ്ഞു അതിൽ ഇന്ത്യക്കും വെള്ളം ഉപയോഗിക്കും. പക്ഷെ അത് ലിമിറ്റഡ് രീതിയിലുള്ള ഇറിഗേഷൻ എന്ന് വെച്ചാൽ ആ ജലത്തിന്റെ ഒഴുക്ക് തടയാനോ ആ ജലത്തിൽ നിന്ന് വെള്ളം മറ്റൊരു ഡാം കെട്ടി അതിലേക്ക് തിരിച്ചു വിട്ടോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഒഴുക്ക് തടഞ്ഞുകൊണ്ട് വെള്ളം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലാത്ത രീതിയിൽ അതിൻ്റെ ഒഴുക്ക് തടയാതെയോ മറ്റു ഡാം കെട്ടി അതിലേക്ക് വെള്ളം തിരിച്ചു വിടാതെയോ അല്ലാത്ത രീതിയിലല്ലാതെ നമുക്ക് അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാം. അപ്പോൾ ഒരു ലിമിറ്റഡ് രീതിയിൽ ഇറിഗേഷൻ യൂസേജിന് ഉപയോഗിക്കാം. അതേസമയം അൺലിമിറ്റഡ് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് നോൺ കൺസെപ്റ്റീവ് യൂസേജ് ആണ് പറയുന്നത്. അൺലിമിറ്റഡ് നോൺ കൺസെപ്റ്റീവ് യൂസേജ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇന്ന് വെള്ളം ഉപയോഗിക്കാം. അത് ഇറിഗേഷൻ പ്രോസസ്സിനല്ല. അത് ഉപയോഗിക്കുന്നത് നമുക്ക് പവർ ജനറേഷൻ ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ വാട്ടർ നാവിഗേഷൻ ഉപയോഗിക്കാം, ഫിഷ് കൾച്ചർ മത്സ്യം വളർത്താൻ, അതോടൊപ്പം തന്നെ ആ നദിയിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം, അതോടൊപ്പം പവർ ജനറേഷൻ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. ഏതെന്ന് ഈ നദികളിൽ നിന്ന് ഈ വെസ്റ്റേൺ നദികളിൽ നിന്ന് നമുക്ക് പാകിസ്ഥാന് നമ്മൾ പറഞ്ഞിട്ടുള്ള ജലം ചിനാബ് ഇൻഡസ് പറഞ്ഞല്ലോ അതിൽ ഇന്ത്യക്കും വെള്ളം ഉപയോഗിക്കാം. പക്ഷെ അത് ഇറിഗേഷൻ യൂസേജിന് നമുക്ക് ലിമിറ്റഡായി ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ അതിന് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒഴുക്കിനെ ബാധിക്കാത്ത രീതിയിൽ അത് തടഞ്ഞു നിർത്താനോ വേറെ ഡാം കെട്ടി വെള്ളം തിരിച്ചു വിടാതെയോ നല്ല രീതിയിൽ അത് നമുക്കതിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേസമയം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് മത്സ്യം വളർത്താനും നാവിഗേഷനും അതോടൊപ്പം പവർ ജനറേഷനും കൂടി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടും വെള്ളം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ കരാർ. ഇതാണ് നമ്മുടെ സിന്ധു നദീ ജല കരാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരാർ പ്രകാരം തന്നെയാണ് നമ്മൾ 1960 ഈ കരാർ പ്രകാരം തന്നെയാണ് നമ്മൾ വെള്ളം കൊണ്ടുപോയത്. 70% പാകിസ്ഥാനും 30% നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനുശേഷം പിന്നീട് എന്താ വെച്ചാൽ 2017 നമ്മൾ കിഷൻ ഗംഗ 2017 നമ്മൾ കിഷൻ ഗംഗ പ്രൊജക്ട് തയ്യാറാക്കി 33 മെഗാവാട്ട് വൈദ്യുതി കിഷൻ ഗംഗ പ്രൊജക്ട് തയ്യാറാക്കിയപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാൻ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ 2022 വേൾഡ് ബാങ്ക് ഒരു കോർട്ട് ഓഫ് ആർബിട്രേഷനും ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. 2017 നമ്മൾ കിഷൻ ഗംഗ പ്രൊജക്ട് തയ്യാറാക്കിയപ്പോൾ 33 മെഗാവാട്ടിന്റെ കിഷൻ ഗംഗ പ്രൊജക്ട് തയ്യാറാക്കിയപ്പോൾ പാകിസ്ഥാൻ അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ 2022 വേൾഡ് ബാങ്കാണ് നമ്മുടെ മീഡിയേറ്റർ.
അപ്പോൾ വേൾഡ് ബാങ്കിന് വേറെ റൈറ്റുകളൊന്നുമില്ല. വേൾഡ് ബാങ്കിന് പൊതുവെ ഇതിന് മീഡിയേറ്ററായിട്ട് വഹിക്കാം, അതിനുവേണ്ടി ഒരു കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് എക്സ്പെർട്ട് ടീമിനെ ഉണ്ടാക്കാം. ഇങ്ങനെയല്ലാതെ മറ്റ് റൈറ്റുകളൊന്നും വേൾഡ് ബാങ്കിനില്ല. അങ്ങനെ വേൾഡ് ബാങ്ക് 2022 എന്ത് ചെയ്യുന്നു, ഒരു കോർട്ട് ഓഫ് ആർബിട്രേഷൻ, ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നത്. എന്തിലൂടെയാണ്? ഫോർ സെറ്റിൽ ദി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാനും നല്ലൊരു സൊല്യൂഷൻ കാണാനും വേണ്ടി വേൾഡ് ബാങ്കിന് കോർട്ട് ഓഫ് ആർബിട്രേഷനും അതോടൊപ്പം ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെയൊക്കെ ഉണ്ടാക്കുന്നത് 2022. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2022 നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ നമുക്കൊരു ബൈലറ്റേറിയൽ ഉടമ്പടിയാണ് വെച്ചാൽ ഒരു ഉഭയകക്ഷി ചർച്ചയാണ് നമുക്ക് വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ഉൾപ്പെട്ട് നമ്മളൊരു ചർച്ച നടത്തി ആ ചർച്ചകളെ പരിഹരിക്കണമെന്നാണ് നമ്മൾ 2021 ഇന്ത്യ ആവശ്യപ്പെട്ടത്. പക്ഷേ പാകിസ്ഥാൻ അത് റെഫ്യൂസ് ചെയ്യുകയും പാകിസ്ഥാൻ അത് റിജക്റ്റ് ചെയ്യും, തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ 2023 മുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റികളും നമ്മൾ കോൾ ഓഫ് ചെയ്യുകയാണ് ചെയ്യും. എല്ലാ കമ്മിറ്റികളിൽ എല്ലാ ചർച്ചകളിൽ നിന്നും നമ്മൾ പിന്മാറുകയാണ് ചെയ്യും. അതിനുശേഷമാണ് ഇപ്പോൾ 2025 നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഇന്ത്യ പാക് ക്രോസ് ബോർഡർ ടെററിസം അതുമായി ബന്ധപ്പെട്ട ഈ യുദ്ധവും നമ്മൾ 2025 അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏകപക്ഷീയമായി 2025 ഏപ്രിൽ 21 ഏകപക്ഷീയമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കരാർ റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയിക്കോ? ഏകപക്ഷീയമായിട്ട് നമ്മൾ ഈ കരാർ റദ്ദ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് സിന്ധു നദീജല കരാർ ഉണ്ടാകാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ സിന്ധു നദീജല കരാർ നമ്മൾ ഏകപക്ഷീയമായി റദ്ദ് ചെയ്തു എന്ന് പറയുന്നത് ഇതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകുന്ന ഒരു ബാധ്യത എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകുന്ന ലോസ് എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർത്തിക്കുക. പ്രധാനമായിട്ടും ഒന്ന് ഇറിഗേഷൻ പ്രൊജക്റ്റ്. പാകിസ്ഥാനിലെ ഒരു 80% ഇറിഗേഷൻ ഇൻഡസ് റിവർ ബാസിൽ നിന്നാണ്. പാകിസ്ഥാനിലെ 80% ഇറിഗേഷനും നമ്മുടെ ഇൻഡസ് നദിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ കരാർ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇതിൻ്റെ ട്രിബ്യൂട്ടറികളോ അല്ലെങ്കിൽ നദികളോ ഇതിൽ നിന്ന് വെള്ളം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വേറെ തടയണ കിട്ടിയ വെള്ളം മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് നമുക്ക് നിയന്ത്രിച്ച ആ വെള്ളത്തെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം. നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ആ നദി അല്ലെങ്കിൽ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് അതിലെ വെള്ളം നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ 80% പാകിസ്ഥാനിലെ ഇറിഗേഷൻ്റെ 80% ഏതാണ്, ഇൻഡസ് നദിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ തടസ്സപ്പെടുത്തിയാൽ ഒരു സംശയമുണ്ട്, പാകിസ്ഥാനിൽ ഷോർട്ടേജ് വരും. എന്ത് ഷോർട്ടേജ് വരും? കറക്റ്റായിട്ട് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അവിടെ കൃഷി നശിക്കും, ഫുഡ് ഷോർട്ടേജ് വരും. പ്രത്യേകിച്ച് അവർക്ക് അവിടെ ഏറ്റവും പ്രധാന എക്സ്പോർട്ടിങ് റൈസ്, വീറ്റ് ഇതൊക്കെ ശരിയായിട്ടും ബാധിക്കും എന്നുള്ളതാണ്. ക്ലിയറോ? അപ്പോൾ 80% കൃഷിയെ തന്നെ ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ആ കൃഷിയെ ബാധിക്കും. അവിടെ എന്ത് നടക്കില്ല, ഫുഡ് ഷോർട്ടേജ് വരും. ഫുഡ് ഷോർട്ടേജ് അവർ ഭക്ഷണം കിട്ടില്ല, അവർ എക്സ്പോർട്ടിങ് റൈസും വീറ്റുള്ള എക്സ്പോർട്ടിങ് അത് നടക്കില്ല. ഇതാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഈ സിന്ധു നദീ കരാർ നമ്മൾ റദ്ദ് ചെയ്യുന്ന പാകിസ്ഥാനെ ബാധിക്കുന്ന അവരുടെ പവർ ജനറേഷൻ ഏകദേശം ഒരു 20ഓളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് പാകിസ്ഥാന്റെ എനർജി സപ്ലൈ ചെയ്യുന്ന പവർ സപ്ലൈ ചെയ്യുന്ന ഏകദേശം 20ഓളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റും ഇൻഡസ് റിവറിനെ ബന്ധിച്ചുകൊണ്ടാണ്. ഇവിടെ ഏകദേശം 20ഓളം പവർ സപ്ലൈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നമുക്ക്. അപ്പം നമ്മൾ ഈ വെള്ളം തടഞ്ഞു വെച്ചാൽ അവിടെ പാകിസ്ഥാൻ എന്തുവരും, പവർ ഷോർട്ടേജ് അവിടെ ഇലക്ട്രിസിറ്റി നൽകി കിട്ടില്ല. അത് അവരുടെ എല്ലാവിധ മേഖലയെയും ഇൻഡസ്ട്രിയെയും മറ്റെല്ലാ മേഖലയെയും അത് വളരെ ഭംഗിയായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഒന്ന് അവരെ ഇറിഗേഷനെ ബാധിക്കുന്നു, രണ്ട് അവരെ പവർ സപ്ലൈ ദാറ്റ് മീൻസ് ഇലക്ട്രിസിറ്റിയെ ബാധിക്കുന്നു, അവരുടെ ഇൻഡസ്ട്രിയെയും മൊത്തത്തെ എല്ലാ മേഖലയും ബാധിക്കുന്നതാണ്. ദെൻ മൂന്നാമത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഡ്രിങ്കിങ് വാട്ടർ. പ്രധാനമായിട്ടും ലാഹോർ, കറാച്ചി തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും അതിനടുത്തുള്ള ഭാഗങ്ങളിലേക്കും ഡ്രിങ്കിങ് വാട്ടറും നമ്മൾ പറഞ്ഞ ഇൻഡസ് റിവർ ബേസിൽ നിന്നുള്ള പല ട്രൈബ്യൂട്ടറികളുടെ വെള്ളം ശുദ്ധീകരിച്ചെടുത്തുകൊണ്ടാണ് ഈ ലാഹോർ, കറാച്ചി മേഖലയിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടർ പോകുന്നത്. അപ്പോൾ ഈ കുടിവെള്ളത്തെ ബാധിച്ച പിന്നെ പറയേണ്ടുള്ള അപ്പോൾ കുടിവെള്ളത്തെയും കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ സിന്ധു നദീ ജലകരാർ റദ്ദ് ചെയ്താൽ എന്ന് പറയുന്നത്. ഇനി അതിനപ്പുറം വേറെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇക്കണോമിക് ഡ്രോബാക്കാണ്. അവരുടെ സാമ്പത്തിക മേഖലയുടെ നട്ടലൊടിക്കുമെന്നുള്ളതാണ് ഈ സിന്ധു നദീ ജലകരാർ റദ്ദ് ചെയ്താണ്. ഏകദേശം അവർ GDPയുടെ 1.5 മുതൽ 2% വരെ അവരുടെ മൊത്തം ഒരു വർഷത്തിലെ GDPയുടെ 1.5 മുതൽ 2.5% വരെ GDP തകരാനും എന്ത് കാരണമാകും, ഇൻഡസ് നദീജല കരാർ നമ്മൾ റദ്ദ് ചെയ്താലുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഫുഡ് ഷോർട്ടേജ് വരും, ഇലക്ട്രിസിറ്റി വരുന്നില്ല, അതുകൊണ്ട് ഭക്ഷണ വില കൂടും, സാധനങ്ങൾക്ക് വില കൂടും, അവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കും. ഇങ്ങനെ എല്ലാം സംഭവിച്ചു ടോട്ടലി അത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖലയെ തകർക്കുമെന്നാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജലയുദ്ധം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചാൽ
ഇവരുടെ മൊത്തത്തിലെ സാമ്പത്തിക മേഖല മൊത്തം തകർന്നാൽ തന്നെ പിന്നെ അവർക്ക് യുദ്ധത്തിനുള്ള ഒരു കെൽപ്പ് ഇല്ലാതെ ഒരവസ്ഥ വരുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഡസ് നദീജല കരാർ, ഇതൊക്കെയാണ് നമ്മുടെ പാകിസ്ഥാൻ ഈ നദീജല കരാർ നമ്മൾ റദ്ദ് ചെയ്യുന്നത് പാകിസ്ഥാനെ ബാധിക്കും. എന്നാൽ ഇന്ത്യയെ ഇത് ബാധിക്കുന്നുള്ളൂ, കാര്യമായിട്ട് ഇന്ത്യ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സിന്ധു നദീജല കരാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു. അത് എന്താണ് സിന്ധു നദീജല കരാർ എന്നുള്ള കാര്യം കൂടി ഓർത്തിക്കുക. 1960 സെപ്റ്റംബർ 19 സൈൻ ചെയ്ത് ഈ സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓർത്ത് വയ്ക്കുക, ഇതാണ് സിന്ധു നദീജല കരാറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പർ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും പറഞ്ഞു തരാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതിനു മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. അതുവരെ എല്ലാവർക്കും ബൈ.